നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. 26 ദിവസം നീണ്ട സമരം അവസാനിപ്പിച്ചത് കേന്ദ്രമന്ത്രിമാർ ആശുപത്രിയിലെത്തി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി സോനം വാങ്ചുക്. സോനത്തിന്റെ സഹന സമരത്തിന് നന്ദിയെന്ന CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന CJP. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം കൊണ്ടുവരുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തയാഴ്ച തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും. കുറ്റക്കാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ബില്ലിൽ. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ബില്ലിന് അന്തിമ രൂപം നൽകുമെന്നും മോദിയെ തള്ളി രാഹുൽ ഗാന്ധി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യമെന്നും രാഹുൽ. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. മന്ത്രി രാജിവെക്കും വരെ ഒരു ചർച്ചയുമില്ലെന്ന് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ടെന്ന റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളി. വ്യാജരേഖയും വ്യാജ കരാറും തയ്യാറാക്കി സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ടിൽ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നടപടി കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ. ഇറാനിലെ ആക്രമണം തുടർന്ന് അമേരിക്ക. ബന്ദർ അബ്ബാസിൽ അമേരിക്കൻ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയേക്കാൾ വലിയ സൈനിക നടപടി ആലോചനയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ആക്രമണങ്ങൾക്ക് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ്.